ഹായ് ആസ്പിറൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ നമുക്ക് ഈ ബസ് ടെർമിനലിൽ നിന്നും ആദ്യത്തെ ബസ് ട്രാവൽ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ബസ് ഈ ടെർമിനലിൽ നിന്നും ട്രാവൽ ചെയ്യുന്നത്. അതായത് ബസ് 1 ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടാമത്തെ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റ് സമയം കൊണ്ടാണ് അടുത്ത ബസ് ട്രാവൽ ചെയ്യുന്നതെന്ന്. അതായത് ഈ ഒന്നാമത്തെ ബസ്സും രണ്ടാമത്തെ ബസ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മിനിറ്റ് സമയം കൊണ്ട് ഇവർ ട്രാവൽ ചെയ്യുന്ന, അതായത് ഈ രണ്ട് ബസ്സിന്റെയും സ്പീഡ് ഈക്വൽ ആണ്. അപ്പോൾ ആ സ്പീഡ് വെച്ചിട്ട് ഈ ബസ് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ദൂരമായിരിക്കും. ഈ ഗ്യാപ്പ് എപ്പോഴും സെയിം ആയിരിക്കും, കാരണം രണ്ടുപേരുടെയും സ്പീഡ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബസ് ഈ പേഴ്സണെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ബസ് ഈ ഒരു പേഴ്സണെ കാണുന്നത് 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പേഴ്സൺ മൂവ് ചെയ്യാതെ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ആണെങ്കിൽ, ശരിക്കും ഈ ഒരു 10 മിനിറ്റ് സമയം എന്തിനു വേണം? ഈ രണ്ടാമത്തെ ബസ് ഈ ആളുടെ അടുത്തെത്താൻ വേണ്ടി ആവശ്യമുണ്ട്. പക്ഷെ എന്താണ്, ഇയാൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് കാരണം 10 മിനിറ്റിന് പകരം 8 മിനിറ്റ് കൊണ്ട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 2 മിനിറ്റ് സമയം കുറവ് മതി നമുക്ക് മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കാരണം. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ ബസ്സിന് ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റിന് പകരം 8 മിനിറ്റേ ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ 2 മിനിറ്റിന്റെ ഒരു ഹെൽപ്പ് അവിടെ ആര് കൊടുക്കുന്നുണ്ട്? ഈ പേഴ്സൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബസ് 2 മിനിറ്റ് ട്രാവൽ ചെയ്യേണ്ട ദൂരം ഈ പേഴ്സൺ 8 മിനിറ്റ് ട്രാവൽ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ബസ് 2 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം, 2 മിനിറ്റ് കൊണ്ട് ബസ് ട്രാവൽ ചെയ്യുന്ന ദൂരം മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 2/60 ഇൻറ്റു ബസ്സിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 20 km/h. ആ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്? 8 മിനിറ്റ്. ഇപ്പം മിനിറ്റ് ആയതുകൊണ്ട് അവറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇൻറ്റു പേഴ്സന്റെ സ്പീഡ് നമുക്കറിയില്ല, എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. ഈ 60 ക്യാൻസൽ ചെയ്തു. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 20 / 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 km/h will be the answer. അതായത് പേഴ്സന്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 km/h ആയിരിക്കും.